ഫിക്സ് യുവർ ഇന്നർ ഗെയിം. ഫിക്സ് യുവർ ഇന്നർ ഗെയിം. പ്രീമിയം പ്രൈസിങ് അല്ലെങ്കിൽ പ്രീമിയം ബിസിനസ്സിലേക്ക് ഇറങ്ങണം എങ്കിൽ ആദ്യം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ചില ബിലീഫ് സിസ്റ്റങ്ങളുണ്ട്, അത് തിരുത്തണം. ഡോറടച്ചു. ആ ബിലീഫ് സിസ്റ്റം, ചില വിശ്വാസങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്, അതെടുത്ത് കളഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് പ്രീമിയം ബിസിനസ് ചെയ്യാൻ പറ്റൂ. കാരണം പ്രീമിയം ഈസ് എ പൊസിഷൻ, ഇറ്റ്സ് എ മൈൻഡ് സെറ്റ്. അത് നമ്മളുടെ മറ്റൊരു തലമാണ് പ്രീമിയം എന്ന് പറയുന്നത്. അതിലേക്ക് എത്തണമെങ്കിൽ ആദ്യം നമ്മുടെ മൈൻഡ് സെറ്റ് പ്രീമിയമായി മാറണം. നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ആ പഴയ വിശ്വാസങ്ങൾ നിങ്ങളുടെ പ്രീമിയം ബിസിനസ്സിനെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഉള്ളിൽ ദാരിദ്ര്യം കിടപ്പുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കൊരു പ്രീമിയം ബിസിനസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഉള്ളിൽ പണത്തെക്കുറിച്ചും പണക്കാരെക്കുറിച്ചും ഉള്ള ധാരണ എന്താണ്? ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് പണത്തെയും പണക്കാരെയും ഇഷ്ടമല്ല എങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് പ്രീമിയം ബിസിനസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പണത്തെ വെറുക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പണക്കാരെല്ലാം ദുഷ്ടന്മാരാണ് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അവരുമായി ബിസിനസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. സോ വാട്ട് ഈസ് യുവർ മൈൻഡ് സെറ്റ് അബൌട്ട് മണി ആൻഡ് വെൽത്ത്? പണക്കാരെ കാണുമ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ജാട, അഹങ്കാരി, എല്ലാ തിന്മകളുടെയും മൂർത്തിഭാവം, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് എങ്കിൽ അത് നമ്മുടെ ഉള്ളിലെ ദാരിദ്ര്യമാണ് വിളിച്ചോതുന്നത്. നമ്മുടെ ഉള്ളിലെ തെറ്റായ വിശ്വാസങ്ങൾ. ആ തെറ്റായ വിശ്വാസങ്ങൾ നമ്മളെ പ്രീമിയം ബിസിനസ്സിൽ നിന്ന് അകറ്റി നിർത്തിക്കൊണ്ടേയിരിക്കും. എവിടെ നിന്നാണ് ഈ വിശ്വാസങ്ങൾ ഉണ്ടായത്? നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ പണത്തെയോ ഈ പണക്കാരോടുള്ള നമ്മളുടെ വിദ്വേഷത്തിനോ റീസൺ എന്ന് പറയുന്നത് നമ്മളല്ല. ഇതിന്റെ കാരണക്കാര് നമ്മളല്ല. നമ്മൾ കുഞ്ഞായിരുന്ന സമയത്ത് നമ്മളിലേക്ക് ഇൻജെക്റ്റ് ചെയ്തതാണ് ഈ വിശ്വാസങ്ങൾ. നമ്മൾക്കിതിനെ ഒന്നും ചോദ്യം ചെയ്യാനായിട്ട് അറിവില്ലാത്ത കാലത്ത്, അതായത് ഒരു 4 വയസ്സിനും 12 വയസ്സിനും ഇടയ്ക്ക്, ആ സമയത്ത് ഒരു പ്രത്യേകത, നമ്മൾ പഠിക്കുന്ന സമയമാണ്. നമ്മളോട് ആരെന്ത് പറഞ്ഞാലും നമ്മൾ അതങ്ങ് വിശ്വസിക്കും. അത് പേരൻസ് പറഞ്ഞാലും ടീച്ചേഴ്സ് പറഞ്ഞാലും കൂട്ടുകാർ പറഞ്ഞാലും നാട്ടുകാർ പറഞ്ഞാലും നമ്മൾ അതുപോലെ വിശ്വസിക്കുന്ന ഒരു കാലഘട്ടം. ആ 8 വർഷം, 4 വയസ്സ് മുതൽ 12 വയസ്സ് വരെ നിങ്ങൾ എന്തൊക്കെ പണത്തെക്കുറിച്ച് കേട്ടിരിക്കുന്നുവോ, നിങ്ങൾ എങ്ങനെ പണത്തെ കണ്ടിരിക്കുന്നുവോ, പണക്കാരെ കുറിച്ച് എന്തൊക്കെ നിങ്ങൾ അന്ന് വിശ്വസിച്ചിരിക്കുന്നുവോ, അതാണ് നിങ്ങളുടെ മണി ബിലീഫ് സിസ്റ്റം. സ്വന്തമായി 1 രൂപ ഉണ്ടാക്കുന്നതിന് മുന്നേ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന ആ ബിലീഫ് സിസ്റ്റം, അത് ഏതോ ഒരു വ്യക്തി, അത് അച്ഛനാവാം, അമ്മയാവാം, ഒരു ടീച്ചറാവാം, ഒരു കമ്മ്യൂണിറ്റി ആവാം, ഒരു കൾച്ചർ ആവാം, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഏതെങ്കിലും വിശ്വാസ ഗ്രന്ഥങ്ങളാവാം, അതിൽ പറഞ്ഞിരിക്കുന്ന കഥകളാകാം, നമ്മളുടെ കുഞ്ഞുനാളിൽ നമ്മുടെ മുത്തശ്ശി പറഞ്ഞു കേട്ട ഒരു കഥയാവാം, നമ്മൾ കുഞ്ഞുനാളിൽ കണ്ട സിനിമയ്ക്കകത്തെ കാശുകാരനായ ഒരു വില്ലനാവാം, നമ്മൾ ഇഷ്ടപ്പെട്ട നായകന് നായികയെ കൊടുക്കാത്ത കാശുകാരനായ അമ്മായി അപ്പനായിട്ടാകാം ആ വില്ലൻ നമ്മുടെ ഉള്ളിൽ വന്നത്. അന്നു മുതൽ നമ്മൾ വിശ്വസിക്കുന്നു കാശുകാരെല്ലാം ദുഷ്ടന്മാരാണ്. ഇന്നും ഏത് സിനിമ എടുത്ത് നോക്കിയാലും അതിൻ്റെ അകത്തെ എല്ലാം ദുഷ്ടൻ കാശുകാരൻ, പീഡിപ്പിക്കുന്നത് കാശുകാരൻ, കള്ളത്തരം ചെയ്യുന്നത് കാശുകാരൻ, പറ്റിക്കുന്നത് കാശുകാരൻ, വെടിവെക്കുന്നത് കാശുകാരൻ, കൊലപാതകങ്ങൾ കാശുള്ളെടുത്ത്. കാശുള്ളതാണോ പ്രശ്നം? കാശില്ലാത്തതാണോ പ്രശ്നം?
കാശുള്ളതാണോ പ്രശ്നം, കാശില്ലാത്തതാണോ പ്രശ്നം? ഈ നാട്ടിൽ നടക്കുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളുടെയും പിന്നിലെ ഏക റീസൺ കാശില്ലാത്തത് തന്നെയാണ്. കുഞ്ഞുനാള് മുതൽ കേട്ട, നമ്മൾ എതിർക്കാതെ, വെള്ളം തൊടാതെ, തൊണ്ട തൊടാതെ വിഴുങ്ങിയിരിക്കുന്ന ചില വിശ്വാസങ്ങൾ, അത് ഇന്ന് നമ്മളുടെ ബിസിനസ്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അതിന് വില കൊടുക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഒരു കുഞ്ഞിന് ഒന്നിനെയും ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല, അതെല്ലാം അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു അന്നത്തെ നമ്മളുടെ അവസ്ഥ. പതിറ്റാണ്ടുകൾക്കിപ്പുറം ഇന്ന് അത് നമ്മളെ ദാരിദ്ര്യത്തിലേക്കും അന്ന് നമ്മൾ വിശ്വസിച്ച ആ കാര്യങ്ങളിലേക്കും പതുക്കെ 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 നമ്മളെ എത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. സോ നമ്മുടെ ഉള്ളിൽ രണ്ട് പേരുണ്ട്. മീ as an adult, me as an adult and me as a child. എൻ്റെ ഉള്ളിൽ രണ്ട് പേരുണ്ട്. ഒന്ന് ഒരു മുതിർന്ന ഞാൻ, രണ്ട് ഒരു കുട്ടിയായ ഞാൻ. നമ്മൾ പണ്ട് കണ്ടിരുന്ന അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുണ്ടായിരുന്ന പഞ്ചാര മിഠായി, ഈ ഉപ്പിലിട്ട മാങ്ങ, അല്ലെങ്കിൽ കപ്പലിൻ്റെ മിഠായി, ഇതൊക്കെ കാണുമ്പോഴത്തേക്കിന് നമുക്ക് കൊതി വരുന്നുണ്ടല്ലേ. ആ പഴയ ഐസ്ക്രീം, പഴയ സ്കൂള്, അല്ലെ പഴയ കാര്യങ്ങൾ, പണ്ട് നമ്മൾ കളിച്ചിരുന്ന ആ പുഞ്ചപ്പാടം, ഇവിടെയൊക്കെ നമുക്ക് പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് അല്ലേ. ആ കുഞ്ഞുനാളിലെത്തതെല്ലാം, ആ പഴമയെല്ലാം നമുക്ക് എപ്പോഴും സന്തോഷം തരുന്നുണ്ട്, റൈറ്റ്? എന്താണ് അതിൻ്റെ റീസൺ? നമ്മുടെ ഉള്ളിൽ ഉള്ള ആ കുഞ്ഞ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ എത്ര വളർന്നാലും എത്ര പ്രായമായാലും ശരി, നമുക്ക് എന്തുണ്ട്? നമ്മുടെ ഉള്ളിൽ ഒരു കുട്ടിയുണ്ട് എന്നുള്ളതാണ് അർത്ഥം. നമുക്ക് ഏറ്റവും ഫ്രീഡം ഉള്ള സ്ഥലത്ത് നമ്മൾ കുട്ടി കളി കളിക്കാറില്ലേ? നമ്മൾ വീട്ടിൽ ചിലപ്പോൾ നമ്മൾ ഭയങ്കര കുട്ടിത്തം കാണിക്കാറില്ലേ അല്ലേ? നമ്മൾ കിച്ചണിലായിരിക്കും, വൈഫിൻ്റെ അടുത്തായിരിക്കും, മക്കളുടെ അടുത്തായിരിക്കും. നമുക്കറിയാം നമ്മൾ മുതുകാളയാണെന്ന്, എന്നാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു കുഞ്ഞ് എപ്പോഴും ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. കറക്റ്റ്? ആ കുഞ്ഞ് ബിസിനസ്സുകാരനായി നമ്മൾ മാറിയപ്പോഴും, നമ്മളുടെ ബിസിനസ്സിലെ പ്രൈസിങ് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്ന സമയം വന്നപ്പോഴും, ഈ കുഞ്ഞ് ഇപ്പോൾ ഉള്ളിൽ കിടന്നുകൊണ്ട് ഉറക്കെ വിളിച്ച് പറയുന്ന ചില കാര്യങ്ങളാണ് നമ്മളെ ഇപ്പോൾ പിന്നോട്ട് വലിക്കുന്നത്. ആ കുട്ടിയാണ് നമ്മളെ പ്രീമിയം ബിസിനസ്സിലേക്ക് പോകാൻ സമ്മതിക്കാത്തത്. ആ കുട്ടി നിങ്ങളുടെ ഉള്ളിലുണ്ടോ എന്നറിയാൻ, നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നതിൻ്റെ തെളിവ് ഞാൻ തരാം. നിങ്ങൾ ഒരു പ്രൈസ് നിങ്ങളുടെ കസ്റ്റമർ അടുത്ത് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ കുട്ടിയെ കേൾക്കാൻ പറ്റും, നിങ്ങൾക്ക് ഇവനെ കേൾക്കാൻ പറ്റും. അത് പറയുന്നത് കൊണ്ടാണ് നിങ്ങൾ പറയാണ്, സാറേ 1,00,000 രൂപയാണ്, പക്ഷെ ഞങ്ങൾ 70,000 ചെയ്തേക്കാം. ഇതിൻ്റെ പേരാണ് പ്രീ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. പ്രീ ഡിസ്കൗണ്ട്. അവർ ചോദിക്കുന്നതിന് മുന്നേ പ്രീ എംപ്റ്റീവ് ആയിട്ട് നമ്മൾ ഡിസ്കൗണ്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. പ്രോസ്പെക്റ്റ് ഒന്നും ചോദിച്ചില്ല, നമ്മൾ തന്നെ പറയാണ് ഇതാണ് ഞങ്ങളുടെ വില, പക്ഷെ ഇത് ഞങ്ങൾ 10,000 ആണ്, ഞങ്ങൾ 8,000 തന്നേക്കാം. ഇവിടെ കൈവൊക്കിയില്ലെങ്കിലും നിങ്ങളുടെ ഉള്ളിലെ കുട്ടി ഇത് പലപ്പോഴും കസ്റ്റമർ അടുത്ത് പറയുന്നുണ്ട്. നമ്മൾ ആ രീതിയിൽ ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ചില സമയത്തെങ്കിലും നിങ്ങൾ അപ്പോളജൈസ് ചെയ്തുകൊണ്ട്, ക്ഷമാപണം നടത്തിക്കൊണ്ടാണ് നിങ്ങൾ പ്രൈസ് പറയുന്നതെങ്കിൽ അപ്പോളജി, അയ്യോ അതെ ഞങ്ങൾക്ക് ഇപ്പം അറിയാലോ മെറ്റീരിയലിൻ്റെ വിലയൊക്കെ ഭയങ്കരമായിട്ട് കൂടി, ഇപ്പം പാചകവാതകത്തിൻ്റെ വില കൂടി, യുദ്ധമായതുകൊണ്ട് റേറ്റ് കൂടി, അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ, ഇതാണ് ഇപ്പോഴത്തെ വില, നമുക്കിത് ഇട്ടേ പറ്റൂ. യു ആർ അപ്പോളജൈസിങ് ഡ്യൂറിങ് പ്രസൻറ്റേഷൻ. ഒരു അപ്പോളജി പ്രസൻറ്റേഷൻ എടുക്കുന്നു. ആരൊക്കെ ചെയ്യാറുണ്ട്? അയ്യോ ഒന്നും തോന്നല്ലേ, ഇപ്പം അത് ഇപ്പോഴത്തെ അവസ്ഥ അതായിപ്പോയി, നമ്മുടെ കയ്യിലല്ലല്ലോ. നിങ്ങൾ തന്നെ നിങ്ങളുടെ വില പറഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി ജസ്റ്റിഫൈ ചെയ്യുന്നു, എന്തുകൊണ്ട് ഈ വില എന്ന് ഒരു ക്ഷമാപണത്തോടു കൂടി പ്രസന്റ് ചെയ്യുന്നു നിങ്ങളുടെ ഉള്ളിലെ കുട്ടി. സാറേ 1,00,000 രൂപയാകും, എനിക്കറിയാം ഇത് കൂടുതലാണെന്ന്, പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അത്രയാകും സാറേ, അത്രയാകും. നിങ്ങൾ
കസ്റ്റമർ വെറുതെ പറയാണ് അപ്പുറത്തെ കടയിൽ ഇത്രയില്ലല്ലോ എന്ന് പറയുന്ന നിമിഷം തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളുടെ വിലയിൽ നിങ്ങൾ സറണ്ടർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാണ്, നിങ്ങളങ്ങ് തോറ്റു കൊടുക്കുകയാണ്. അതെ സാറേ നമുക്ക് സംസാരിക്കാം, നമുക്ക് നിങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യാൻ ഇൻസ്റ്റന്റ് ആയിട്ട് റെഡി ആകുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ കുട്ടി സ്ട്രോങ് ആണ്. കസ്റ്റമർ പറയുന്നു ഇത് ഇത്തിരി വില കൂടുതലാണല്ലോ, ഓക്കെ നമുക്ക് കുറയ്ക്കാം സാർ, നമുക്ക് ഒരു 80,000 ചെയ്യാം. നിങ്ങൾ അങ്ങോട്ട് കയറി പറയുന്നു. നിങ്ങൾ കൊടുക്കുന്നതിൻ്റെ അകത്ത് നിങ്ങൾക്കൊരു വെർത്ത്നെസ്, നമ്മൾ അത്രയൊക്കെ മേടിക്കാറായോ, എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ലല്ലോ, നമ്മൾ വലിയ ബ്രാൻഡ് ഒന്നും അല്ലല്ലോ, നമ്മൾ അത്ര വലിയ പൊസിഷൻ ഒന്നും ചെയ്തിട്ടില്ലോ, നമ്മൾ അത്ര വലിയ ടീമൊന്നും അല്ലല്ലോ, അതുകൊണ്ട് ഒന്ന് ബ്രാൻഡ് ആയിട്ട് വേണം വില കൂട്ടാൻ. നിങ്ങൾക്ക് ആ വെർത്ത്നെസ്, ഞാൻ അത്രയൊന്നും ആയിട്ടില്ല, അതിനുള്ള കേപ്പബിലിറ്റി എനിക്കില്ല, അത്രയും മേടിക്കാനുള്ള പൊട്ടൻഷ്യൽ എനിക്കില്ല, അതൊന്ന് സെറ്റായിട്ട് ഞാൻ ചോദിക്കാം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ ആ കുട്ടി ഉറക്ക വിളിച്ച് പറയുന്നു വില കൂട്ടല്ലേ, വില കൂട്ടല്ലേ, അത് ദുഷ്ടത്തരമാണ് എന്ന്. നിങ്ങൾ പറയാണ് നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ എല്ലാവരും ആ വിലയിട്ടാണ് വിറ്റുകൊണ്ടിരിക്കുന്നത് എങ്കിൽ, അതായത് കമ്മ്യൂണിറ്റി പ്രൈസിങ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, എല്ലാവരുടെയും വില അതാ, നമ്മൾ എന്ത് ചെയ്യാനാ, കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ വില കുറച്ച് കൊടുക്കും, അപ്പൊ നമുക്ക് കുറയ്ക്കാതിരിക്കാൻ പറ്റുമോ എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ആ കുട്ടി പറയുകയാണ് അവരെല്ലാവരും വില കുറച്ചാ വെക്കുന്നേ, കൂട്ടല്ലേ, കുറയ്ക്കണേ കുറയ്ക്കണേ, ഇനിയും കുറയ്ക്കണേ. എന്നിട്ട് നിങ്ങൾ അതിനൊരു ഓമന പേരിടും മാർക്കറ്റ് റിസർച്ച്. വല്ലവന്റെ പൊട്ടത്തരം കോപ്പി അടിക്കുന്നതിന്റെ പേര് മാർക്കറ്റ് റിസർച്ച്. ഇനി ചിലപ്പോൾ പറയും, ഈ കുട്ടി പറയും അയ്യോ ആ റിലേഷൻ നമുക്ക് നഷ്ടപ്പെട്ടാലോ, ആ നിലവിലുള്ളവരെ അവർ നമ്മുടെ പണ്ട് തൊട്ടേയുള്ള കസ്റ്റമർ അല്ലേ, നമ്മൾ വില കൂട്ടി അവർ പോകത്തില്ലേ, അത് തെറ്റല്ലേ, അവരോട് നമ്മൾ ചെയ്യുന്ന ദ്രോഹമല്ലേ, അവർ എത്ര നാളായിട്ട് നമ്മുടെ കൂടെ ഉള്ളതാ, അയ്യോ നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ റിലേറ്റീവ്സ്, നമ്മളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമർ, ഇവരോടൊക്കെ വില കൂട്ടി മേടിക്കുന്നത് ശരിയാണോ, വേണ്ട വേണ്ട, അതെൻ്റെ ലാഭത്തിൽ കുറച്ചാലും കുഴപ്പമില്ല എന്ന കോംപ്രമൈസ് ടോക്ക് നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ആ സംസാരം നമ്മളോട് സംസാരിക്കുന്നത് നമ്മളുടെ ഉള്ളിലെ ഇന്നർ ചൈൽഡ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊരു കഥ കേൾക്കാം. കഥയെന്ന് പറയുന്നത് ഒരു പ്ലംബറുടെ സ്റ്റോറിയാണ്. ഈ പ്ലംബർ ഒരു വീട്ടിൽ കുറേ പ്രശ്നങ്ങളുണ്ട്, അവിടെ ലീക്ക്, ഓക്കെ, ഒരു വീടിൻ്റെ അകത്ത് ലീക്ക്. അപ്പം ടൈൽസിൻ്റെ അടിയിൽ കൂടെ വെള്ളം വരുന്നു. അപ്പം ഇത് വന്ന് നോക്കിയവരെല്ലാവരും പറയുകയാണ് ഇതിന് ഇന്നതാണ്, അപ്പം നമ്മൾ ഈ ടൈല് മൊത്തം ഇളക്കണം, ഇളക്കിയിട്ട് ഇത് കണ്ടുപിടിക്കണം, അതാണ് പ്രശ്നം, ഇതാണ് കാര്യങ്ങളെന്നൊക്കെ പറയുകയാണ്. അപ്പം അവരതൊക്കെ പറഞ്ഞിട്ട് പോയി. വേറൊരു പ്ലംബർ വന്നു, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ. ഇയാൾ വന്ന് ഇതെല്ലാം നോക്കിയിട്ട് പോയിട്ട് ഒരു ടൈലിൻ്റെ ഒരു കോർണർ മാത്രം കട്ട് ചെയ്തിട്ട് അത് ഈ ഒരൊറ്റ ടൈല് മാത്രം ഇളക്കിയിട്ട് അയാൾ കൃത്യമായി ആ പ്രശ്നം പരിഹരിച്ചു. ഒരു പ്രശ്നമില്ലാതെ ഇത് സെറ്റാക്കി. ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്യാൻ പുള്ളിക്കാരന് ഒരു 15 മിനിറ്റ് സമയം എടുത്തോളൂ. 15 മിനിറ്റ് എടുത്തോളൂ. കഴിഞ്ഞപ്പോൾ പുള്ളി എത്രയായി എന്ന് വീട്ടുകാരൻ ചോദിച്ചു. പുള്ളി പറഞ്ഞു 20,000 രൂപ. അയാൾ ചോദിച്ചു 15 മിനിറ്റിന് 20,000 രൂപയോ? അപ്പം പുള്ളി ആ ഇൻവോയ്സ് മേടിച്ച് കീറിക്കളഞ്ഞു. ആ പ്ലംബർ കീറിക്കളഞ്ഞിട്ട് ഇൻവോയ്സ് ഒന്നുകൂടെ രണ്ടാമത് എഴുതി കൊടുത്തു. ഓക്കെ, ആ സാധനം ലീക്ക് ഒട്ടിച്ചതിന് 500 രൂപ, ആ ലീക്ക് എവിടെ നിന്ന് കണ്ടുപിടിച്ചതിന് 19,500 രൂപ, ടോട്ടൽ 20,000 രൂപ. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ വില കണക്കാക്കുന്നത് നിങ്ങൾ എത്ര മണിക്കൂർ പണിയെടുത്തു, എന്ത് എഫേർട്ട് ഇടുന്നു എന്ന് നോക്കിയിട്ടാണ്. അതാണ് നിങ്ങളുടെ ഉള്ളിലെ കുറ്റബോധം. ഞാൻ അത്രയൊന്നും ചെയ്യുന്നില്ലല്ലോ, ഞാൻ അത്രയൊന്നും ചെയ്തിട്ടില്ലല്ലോ, എനിക്കത്രയും ചെലവില്ലല്ലോ, എനിക്കത്രയും നഷ്ടമില്ലല്ലോ, എനിക്കത്രയും മെനക്കേടില്ലല്ലോ, അപ്പം എൻ്റെ മെനക്കേടിനുള്ളതേ ഞാൻ മേടിക്കാൻ പാടുള്ളൂ എന്ന നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം. കസ്റ്റമർ എപ്പോഴും നോക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ചാർജ് ചെയ്യേണ്ടത് നമ്മളുടെ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് അതിനുവേണ്ടി കൊടുത്തിട്ടുണ്ട്, അതിനാണ് നമ്മൾ ചാർജ് ചെയ്യേണ്ടത്. നമ്മളുടെ എക്സ്പെർട്ടൈസ്, അതിനാണ് നമ്മൾ ചാർജ് ചെയ്യേണ്ടത്. ഒരു MBBS കഴിഞ്ഞ ഒരു ഡോക്ടർ, ഒരു ഡ്യൂട്ടി ഡോക്ടർ, അയാളെ കൺസൾട്ട് ചെയ്യുന്നതിന് 100 രൂപയേ ഉള്ളൂ.
പക്ഷെ അതേ MBBS പഠിച്ച മറ്റൊരു ഡോക്ടർ പുള്ളിയെ കൺസൾട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 5000 50,000 കൊടുക്കേണ്ടി വരും. രണ്ടുപേരും ചെയ്തത് 15 മിനിറ്റ് ആയിരിക്കും കൺസൾട്ടേഷൻ. പക്ഷെ ഒരാളുടെ കൺസൾട്ടേഷൻ 50,000 രൂപയും മറ്റേ ആളുടെ 500 രൂപയും. രണ്ടുപേരും ഡോക്ടർമാരല്ലേ. 15 മിനിറ്റ് ആണ് കൗണ്ട് ചെയ്യുന്നതെങ്കിൽ രണ്ടുപേർക്കും 500 രൂപ. മറ്റേയാളുടെ എക്സ്പീരിയൻസും ഇത്രയും നാളത്തെ അനുഭവ പരിചയത്തിനുമാണ് നമ്മൾ വിലയിടുന്നതെങ്കിൽ അത് 50,000 രൂപ. നിങ്ങൾ എന്താണ് ബില്ല് ചെയ്യുന്നത്? നിങ്ങൾ ആ ലീക്ക് ഒട്ടിച്ച സമയത്തിനാണോ വിലയിടുന്നത്, അതോ ആ ലീക്ക് ഒട്ടിക്കാൻ വേണ്ടി കസ്റ്റമർക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല? ആ റൂമിലെ ടൈല് മൊത്തം ഇളക്കേണ്ടി വന്നില്ല, കുത്തിപ്പൊളിക്കേണ്ടി വന്നില്ല, ആ ദിവസങ്ങളിൽ അവിടെ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ വന്നില്ല, ആ ദിവസങ്ങളിൽ അവിടെ ഇനി അത് പൊളിക്കുമ്പോൾ പെയിന്റ് പോവും, പെയിന്റിൽ അഴുക്ക് വീഴും. ഇത്രയും ദിവസം എടുത്ത സൗണ്ട്, ബഹളം, പൊടി, ആ പൊടി പിടിച്ച് ഈ പിള്ളേർക്ക് പനി പിടിച്ചാൽ അതിന്റെ ചെലവ്, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടുള്ളതാണ് 20,000. പണി നോക്കുമ്പോൾ 15 മിനിറ്റ്. സോ ഹൗ ആർ യു ചാർജിങ്? നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ അറിവ് പ്രൈസ് ടാഗ് ഇല്ലാതെ കസ്റ്റമർക്ക് കൊടുക്കുന്നത്? എന്താ ഇപ്പൊ ട്രെയിനർമാർക്ക് ഒരു പരിപാടിയില്ല, ഒരൊറ്റ ട്രെയിനിങ് ഇന്ന് കേരളത്തിൽ നടക്കുന്നില്ല. എന്തേ? ആർക്കും നോളജ് വേണ്ട, എവറിത്തിങ് ഈസ് ഫ്രീ. അവിടെ നമ്മൾ എന്തുകൊണ്ട് ദ ഓൺലി വൺ ആയി നിൽക്കുന്നു? ആ അറിവിനാണ്, ആ എനർജിക്കാണ്, ആ ടൈമിനാണ്, ആ എക്സ്പെർട്ടൈസിനാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ആൻഡ് യു ആർ ഗിവിംഗ് ഇറ്റ് ഫ്രീ. നിങ്ങളുടെ പ്രൈസിംഗ് പ്രോബ്ലം ഒരു മാർക്കറ്റിംഗ് പ്രോബ്ലം അല്ല. ഇറ്റ് ഈസ് നോട്ട് എ കോമ്പറ്റീഷൻ പ്രോബ്ലം. യു ആർ ദ പ്രോബ്ലം. നിങ്ങളാണ് ആ പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണം. നിങ്ങളുടെ തെറ്റായ വിശ്വാസങ്ങൾ, നിങ്ങളുടെ തെറ്റായ വിശ്വാസങ്ങൾ. യു ഈസ് ദ പ്രോബ്ലം. സോ ഇന്ന് മുതൽ സ്റ്റോപ്പ് പ്രൈസിങ് ദ അവർ. മണിക്കൂറിന് ചാർജ് ചെയ്യുന്ന പരിപാടി നിർത്തിക്കുക. ഏറ്റവും വലിയ തെറ്റതാണ് ചാർജിങ് ബേസ്ഡ് ഓൺ യുവർ അവേഴ്സ്. നിങ്ങൾ എത്ര മണിക്കൂർ അതിനുവേണ്ടി മെനക്കെടുന്നു, എത്ര എഫേർട്ട് അതിനു വേണ്ടി ഇടുന്നു, അത് നോക്കിയിട്ട് ചാർജ് ചെയ്യുന്നത്. That is limiting your business. That is limiting your business. നമ്മൾ നോക്കേണ്ടത് 2 തരം പ്രൈസിംഗ് ഉണ്ട്. അതിൽ ഒന്നാണ് അവർലി പ്രൈസിംഗ്. അവർലി പ്രൈസിംഗ്. 2, ശ്രദ്ധിച്ചോണം, ട്രാൻസ്ഫോർമേഷൻ പ്രൈസിംഗ്. ട്രാൻസ്ഫോർമേഷൻ pricing, hourly pricing and transformation pricing. ഞാൻ കിങ്സ് ക്ലബിൽ 365 ദിവസം ക്ലാസ് തരും. ഡെയിലി 1 മണിക്കൂർ, വിച്ച് മീൻസ് 365 മണിക്കൂർ ക്ലാസ്. ഇതിന് ഞാൻ ചാർജ് ചെയ്യുന്നത് 2 ലക്ഷം രൂപ. ഈ മണിക്കൂർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ സ്റ്റുഡിയോ സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരെ ഫ്രണ്ടിൽ ഒരു ഫ്ലാറ്റ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് സ്റ്റുഡിയോ സെറ്റ് ചെയ്തിരിക്കുക. അതിൻ്റെ അകത്ത് ഒറ്റ തവണ ഇൻറ്റീരിയർ ഒക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടിരിക്കുന്നു. ഒരു പാനൽ മേടിച്ചു വെച്ചിട്ടുണ്ട്, ഒരു ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്, ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം കൂടെ എനിക്ക് അന്ന് ഒരു 2 ലക്ഷം രൂപ ചിലവായി. ഇപ്പം മന്ത്ലി എക്സ്പെൻസ് വരുന്നത്, റെന്റ് ഒരു ലെറ്റ്സ് സേ 50,000 രൂപ വരുന്നുണ്ട്. ഇന്റർനെറ്റ് മറ്റെല്ലാം കൂടെ 50,000. 1 ലക്ഷം രൂപ എനിക്ക് ഒരു മാസത്തേക്ക് ചിലവുള്ളൂ. അങ്ങനെ ഞാൻ കണക്ക് കൂട്ടുകയാണ്. അപ്പം ഇനിഷ്യൽ കോസ്റ്റ് 2 ലക്ഷം, ഇപ്പം മന്ത്ലി 1 ലക്ഷം. എങ്കിൽ ഒരാൾ എൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്നു, അവർ ഇത്രയും നാളത്തേക്കാണ് പഠിക്കാൻ വരുന്നത്. അവർക്ക് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് 1000 പേര് കിങ്സ് ക്ലബിലുണ്ട്. അങ്ങനെ കണക്കുകൂട്ടി ഞാൻ എൻ്റെ അവേഴ്സിന് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ഓക്കെ നമുക്കൊരു 20,000 പെർ ഹെഡ് ചാർജ് ചെയ്യാം. കാരണം 1000 പേരുണ്ടല്ലോ, 20,000 ചാർജ് ചെയ്യാം. 20,000 ഇൻറ്റു 1000 എത്രയായി? 2 കോടി അല്ലേ? 2 കോടി. ഗുഡ്, നല്ല ബിസിനസ്. ഇതാണ് ഞാൻ നോക്കിയിരുന്നെങ്കിൽ കിങ്സ് ക്ലബിന്റെ പേയ്മെന്റ് 20,000. അത്രയും മതി. എൻ്റെ എഫേർട്ട്, എൻ്റെ കാര്യങ്ങൾ, എൻ്റെ ചെലവ് വെച്ച് എൻ്റെ ലാഭം കൂടെ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ 20,000 എനിക്കിത് തരാൻ പറ്റും. കാരണം ഓൺലൈൻ അല്ലേ. പക്ഷേ ഞാൻ അവിടെ നോക്കുന്നത്
എൻ്റെ അടുത്തേക്ക് വരുന്നവർക്ക് എന്ത് ട്രാൻസ്ഫോർമേഷനാണ് സംഭവിക്കുന്നത്? എൻ്റെ അടുത്തേക്ക് വരുന്ന ഒരാൾക്ക് എന്തൊക്കെ മാറ്റം സംഭവിക്കുന്നു? ഒന്ന്, അവരുടെ ഇൻകം കൂടുന്നു. ഇതിനൊക്കെ കൃത്യമായ കണക്ക് എൻ്റെ കയ്യിലുണ്ട്. എത്ര കൂടുന്നു? കാരണം ഇതിനു മുന്നേ ഉള്ള കിങ്സ് ക്ലബ്ബുകാർക്ക് ഓരോരുത്തർക്ക് എത്ര കൂടി എനിക്കറിയാം. അവരുടെ എക്സ്പെൻസ് എത്ര കുറയുന്നു, ആവശ്യമില്ലാത്ത മണ്ടത്തരങ്ങൾ എത്ര കുറയുന്നു, ആവശ്യമില്ലാത്ത ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എത്ര നശിപ്പിക്കുന്നു അല്ലെങ്കിൽ കളയുന്നു. ഇതെല്ലാം കൂടെ കൂട്ടി എഴുതി കഴിയുമ്പോൾ ഒരു വർഷത്തിൽ എൻ്റെ അടുത്ത് വന്ന് പഠിക്കുന്ന ഒരാളിൻ്റെ ട്രാൻസ്ഫോർമേഷൻ അവരിൽ സംഭവിക്കുന്നത് ഏറ്റവും കുറഞ്ഞത്, ക്ലാസ്സിൽ കയറാത്തവരുടെ കാര്യമല്ല, ക്ലാസ്സിൽ കയറി കൃത്യമായി നടപ്പാക്കുന്ന ഒരാൾക്ക് 2 CR ട്രാൻസ്ഫോർമേഷൻ. ഈ ട്രാൻസ്ഫോർമേഷന്റെ പേയ്മെന്റ് ഞാൻ മേടിക്കുമ്പോൾ ഐ എം ജസ്റ്റ് ചാർജിങ് 1%, 2 lakhs. സോ നമ്മൾക്ക് ഈ പറഞ്ഞ മറ്റുള്ളവരിൽ എന്ത് ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുന്നു അതിനുള്ളതായിരിക്കണം നമ്മൾ ഇടുന്ന പ്രൈസ്. അല്ലാതെ നമ്മൾ എത്ര മെനക്കെടുന്നു എന്നുള്ളതല്ല. നമ്മളുടെ മെനക്കേടല്ല, നമ്മളുടെ പ്രൊഡക്റ്റോ സർവീസോ കിട്ടുന്നവർക്ക് എന്ത് ട്രാൻസ്ഫോർമേഷൻ, അവർക്ക് എന്ത് കിട്ടുന്നു, അതിനെ ബേസ് ചെയ്തായിരിക്കണം നമ്മളുടെ പ്രൈസിങ്. സോ നമ്മളുടെ എക്സിസ്റ്റിംഗ് ബിലീഫ് സിസ്റ്റങ്ങൾ ഒന്ന് മാറ്റേണ്ടതുണ്ട്. നമ്മളുടെ വില എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കസ്റ്റമറിൽ കൊണ്ടുവരുന്ന ട്രാൻസ്ഫോർമേഷൻ ഇക്വലന്റ് ആണ് എന്ന് നമ്മൾ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം. നമ്മളിടുന്ന വില എന്താണ്? അവരിൽ കൊണ്ടുവരുന്ന ട്രാൻസ്ഫോർമേഷൻ, നോട്ട് ദ അവേഴ്സ്. പ്രീമിയത്തിന്റെ പ്രത്യേകത, ഇറ്റ്സ് ആൻ അബണ്ടൻസ്. പ്രീമിയം, ഇഷ്ടം പോലെ പ്രീമിയം കസ്റ്റമേഴ്സ് ഉണ്ട് മാർക്കറ്റിൽ. നമ്മളുടെ തെറ്റായ ചിന്തയാണ് ഇവരെ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് എന്ന്. നമ്മൾ ഇനി പഠിക്കാൻ പോവുകയാണ് എങ്ങനെ ഇവരിലേക്ക് എത്തണം എന്ന്. നിങ്ങൾ ചെയ്യുന്ന ഏത് സർവീസ് ആയിക്കോട്ടെ, ഏത് ഇൻഡസ്ട്രിയിലായിക്കോട്ടെ, യെസ്, യു ക്യാൻ സെൽ പ്രീമിയം. റൈറ്റ് കസ്റ്റമർക്ക് ഒരിക്കലും നിങ്ങളുടെ പ്രീമിയം പ്രൈസ് ഒരു ഷോക്കല്ല. പ്രൈസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കസ്റ്റമറുടെ ഉള്ളിലല്ല, നമ്മുടെ ഉള്ളിലാണ്. നമ്മൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആ തെറ്റായ വിശ്വാസത്തെ അവരുടെ വായിലേക്ക് കൊണ്ടുവച്ചു കൊടുക്കുകയാണ്, അവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. പ്രീമിയം കസ്റ്റമേഴ്സിന് ഒരു പ്രത്യേകതയുണ്ട്. അവർക്ക് ഒരൊറ്റ നോട്ടത്തിൽ അറിയാൻ പറ്റും ഈ പറയുന്നത് കോൺഫിഡൻസോട് കൂടിയാണോ അല്ലയോ എന്ന്. കോൺഫിഡൻസോട് കൂടി അവരുടെ അടുത്ത് പറയുന്ന പ്രൈസ് അവർക്ക് ഭയങ്കര പവർ കൊടുക്കും. ആൻഡ് ദേ വിൽ ടേക്ക് ക്വിക്ക് ഡിസിഷൻസ്. നിങ്ങൾ പതറിയാണ് പറയുന്നതെങ്കിൽ അവർക്ക് മനസ്സിലാകും നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യൂവിൽ വിശ്വാസമില്ല, നിങ്ങളുടെ സർവീസിൽ കോൺഫിഡൻസ് ഇല്ല, അവർ നിങ്ങളെ വിശ്വസിക്കില്ല. സോ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്ത് എന്നുള്ളത് ഇറലവൻ്റ് ആണ്. നിങ്ങൾ ജനിച്ചത് ഒരു ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു വീട്ടിലായിരിക്കാം, അത് നമ്മുടെ തെറ്റല്ല. നിങ്ങളുടെ കമ്മ്യൂണിറ്റി, നിങ്ങൾ ന്യൂനപക്ഷമാകാം, നിങ്ങൾ കീഴ്ജാതിയാവാം. It has nothing to do with your future. History has nothing to do with future. These are not your ceilings. ഇതൊരു ലിമിറ്റേഷൻ അല്ല. They are just stories. നിങ്ങൾ കേട്ടിരിക്കുന്ന ചില പഴങ്കഥകൾ മാത്രമാണ് അത്. പ്രീമിയം ചാർജ് ചെയ്യേണ്ടത് നിങ്ങൾ കസ്റ്റമറോട് ചെയ്യുന്ന ഏറ്റവും മഹത്തരമായ കാര്യമാണ്. നിങ്ങൾ കൊടുക്കുന്ന വാല്യൂ നല്ലതാണെങ്കിൽ അത് പ്രീമിയം ചാർജ് ചെയ്യുന്നത് ഏറ്റവും മഹത്തരമായ കാര്യമാണ്. നമ്മുടെ നല്ല ഡ്രസ്സുകൾ, വില കൂടിയ ഷർട്ട്, ഷൂ, ഇതൊക്കെ എങ്ങനെ നമ്മൾ വെക്കുന്നത്? ഷൂസൊക്കെ എങ്ങനെ കവറിൻ്റെ അകത്ത് തന്നെ ഇട്ട് വെക്കും അല്ലേ? 99 രൂപയുടെ ചെരുപ്പോ, 999 ഷൂവോ, അതേസമയം 10,000, 20,000, 25,000 രൂപയുടെ ഒരു ഷൂ ആണ് മേടിക്കുന്നെങ്കിൽ അതെന്നും കവറിൽ പൊതിഞ്ഞ് തിരിച്ചെടുത്ത് അതുകൊണ്ട് വെക്കും. കസ്റ്റമർ ബിക്കംസ് മോർ കമ്മിറ്റഡ്. കറക്റ്റ്? സോ പ്രീമിയം പ്രൈസ് ഇടുന്നത് പ്രീമിയം കസ്റ്റമേഴ്സിനെ സഹായിക്കുകയാണ്. നിങ്ങൾ അവരെ ഊറ്റിപ്പിഴിഞ്ഞെടുക്കല്ല. യു ആർ ഹെൽപ്പിംഗ് ദം ബൈ ചാർജിങ് മോർ.
നിങ്ങളുടെ പതിറ്റാണ്ടുകൾ എടുത്ത നിങ്ങളുടെ കഷ്ടപ്പാടും എഫേർട്ടും ഒരുപാട് തവണ നിങ്ങൾ മിസ്റ്റേക്കുകൾ ചെയ്ത് തിരുത്തിയാണ് ഇന്നത്തെ ഈ എക്സ്പേർട്ടായി മാറിയത്. ആ എക്സ്പെർട്ടൈസ് ഒരുത്തനും ഫ്രീ കൊടുക്കരുത്, വില കുറച്ച് കൊടുക്കരുത്. അവൻ ഒരിക്കലും നിങ്ങളെ വാല്യൂ ചെയ്യില്ല. ഇന്ന് നിങ്ങൾ കാശ് മുടക്കിയിട്ട് നിങ്ങളുടെ സ്റ്റാഫിനെയാണ് ഞാനിവിടെ പഠിപ്പിക്കുന്നതെങ്കിൽ അവരെങ്ങനെയായിരിക്കും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്? അവരെങ്ങനെയായിരിക്കും ഇരിക്കുന്നത്? ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഫുഡിന്റെ സമയമായി, 1:45 നിർത്തുന്നില്ലയോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. അവൻ ഇരിക്കുന്നത് എങ്ങനെയായിരിക്കും? അവന്റെ മനസ്സ് മുഴുവൻ ഇപ്പൊ എന്തായിരിക്കും? എന്തുമായിരിക്കും ഉച്ചയ്ക്ക് കഴിക്കാൻ? ഉച്ച കഴിയുമ്പോൾ അവൻ എന്താ പറയും? ബിരിയാണി പോരായിരുന്നു കേട്ടോ. ഇവിടെ ഇരിക്കുന്ന ഒരാൾക്കും ഇന്നൊന്നും കിട്ടിയില്ലെങ്കിലും എന്തെങ്കിലും ഒന്ന് വിശപ്പിന് തന്നാൽ മതി സാർ, ഒരു കുഴപ്പമില്ല. ആ സമയം കൂടെ പഠിപ്പിക്കും, സമയം കളയാതെ. That's what premium price does to premium customers.